കർത്താവിൻ്റെ വചനം പറയുന്നത് ജഡത്താൽ ജനിച്ചത് ജഡം എന്ന് പറഞ്ഞാൽ ജന്മന ആരും നീതിമാന്മാരോ വിശുദ്ധന്മാരോ ആയിട്ട് ജനിക്കുന്നില്ല. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ നിക്കോദിമോസ് ചോദിച്ചു, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരണം? ഒന്നല്ല, രണ്ടല്ല, 10 വട്ടം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ജഡീകമായ ജനനം ഒരാൾക്ക് സാധ്യമല്ല. എങ്കിൽ പോലും അങ്ങനെ ജനിച്ചാലും അത് ജഡമാണ്. നമുക്ക് ജനിക്കുന്ന മക്കൾ ആത്മീയരായിട്ട് ആരും ജനിക്കുന്നില്ല. അവരെ ആത്മീയരാക്കി വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന 1 വയസ്സിന് മുമ്പ് പോലും നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങളെ നിറവിൽ അവരെ ഉറക്കുകയും അവരെ ആരാധനകളിൽ നിർബന്ധമായിട്ട് പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വീണ്ടും ജനനം ഉണ്ടാകും. ജഡത്താൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും ജഡീകരാകുന്നുള്ളൂ. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചാൽ മാത്രമേ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ.